ഇത് അടുത്തതായി സ്നേഹത്തിൻ്റെ മറ്റൊരു ലോകത്തേക്ക് നമ്മെ കൊണ്ടുപോകുന്നു. പ്ലീസ് വെൽക്കം നെവൻ ബോയ്, സിനി നെവൻ, മോഹൻ ജോയ്, സജി ആൻഡ് ദീപക് വിറ്റസ്. ഇതൊന്നും ഉണ്ടാവുമായിരുന്നില്ലല്ലോ. ജോലി അമ്മയെ കാണാൻ ആഗ്രഹത്തിന് വണ്ടി ഓടിച്ചു വന്നപ്പോഴല്ലേ ആക്സിഡന്റ് ഉണ്ടായത്? അതെന്റെ തെറ്റാണ്. നിനക്ക് തമാശ അനുഭവിച്ചത് ഞാനല്ലേ? 9 ദിവസമാണ് നീ ബോധമില്ലാതെ കിടന്നത്. അമ്മ എന്തെങ്കിലും അങ്ങനെ എനിക്കിതെങ്കിലും പറ്റും. എന്റെ അമ്മയുടെ പ്രാർത്ഥന ഉണ്ടല്ലോ, എനിക്കൊന്നും പറ്റില്ല. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം നിന്നെ കൊണ്ടൊരു കല്യാണം കഴിപ്പിക്കാൻ. നിയന്ത്രിക്കാൻ ആളില്ലാത്തതിന്റെ കുഴപ്പമാ. ആലോചന തുടങ്ങിയിട്ടുണ്ട് ഞാൻ. വേണ്ട വേണ്ട, എനിക്ക് കിട്ടാവുന്ന ഞാൻ ഡോക്ടർ ജോസഫിനെ ഒന്ന് കാണാൻ പറഞ്ഞിട്ടില്ല. ആ മോനെ, ഞാൻ പോയി വീട്ടിലിറങ്ങിട്ട് വരാം. അപ്പോഴേക്കും നീ ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെച്ചു. ഓ, അപ്പൊ അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടല്ലേ? അതാരാ? ആ, ഇതൊരു ഫോൺ റെഡിയായില്ലേ? ഇത് നിൽക്കാനല്ലേ? ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. എന്താ നോക്കുന്നത്? ഞാനൊരു പെണ്ണിനെ പ്രേമിക്കുമെന്ന് പറഞ്ഞപ്പോ ആ സിസ്റ്റർ വലിയ കൗതുകം. പെണ്ണാരാന്ന് ചോദിച്ചു. ഡോക്ടർ രാധികയാണ് ആ പെണ്ണെന്ന് പറഞ്ഞാൽ അവർ ഞെട്ടിപ്പോയല്ലേ. ഞാൻ രാജേന്ദ്രനിലേക്ക് വരുമ്പോൾ കണ്ടതുകൊണ്ട് അപ്പോൾ രാജേന്ദ്രൻ ആരായാലും ഞാനത് ചെയ്യുമായിരുന്നു. ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ചികിത്സിച്ചത് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് രാധികയല്ലേ? അതാണ് ഒരു ഡോക്ടറുടെ ജോലി. ഇങ്ങനെ പഠിക്കുമ്പോഴും നിനക്ക് എന്നെ ഇഷ്ടമാണെന്നില്ല. നിന്നെ കുറ്റം പറയുമോ? പെൺകുട്ടിയല്ലേ, പ്രണയത്തോട് സമ്മതിക്കാനും കുറച്ച് വിഷമൊക്കെ ഉണ്ടാവും. ഡോക്ടർ ജോസഫ് വിളിക്കുന്നു. ഇഷ്ടം തുറന്നു പറയാൻ മടിയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഞാനിതൊന്ന് പോകുന്നതിന് മുമ്പ് ഒരു ചുമന്ന പ്രസാദം എന്റെ കൈ തന്നു. വേണ്ട, എന്തൊക്കെ പറഞ്ഞാലും നീ എന്താ അമ്മക്ക് ഞാൻ വാങ്ങുന്നത് പോയി. ഇഷ്ടപ്പെട്ട പെണ്ണിനെ കെട്ടി 5-6 മക്കളുണ്ടായി ആ കുട്ടികളെ കഴിച്ച് നമുക്ക് വീട് സ്വന്തമാകാവുന്നത്. പക്ഷേ എന്ത് പക്ഷേ പെട്ടെന്ന് ഒരു ചുവന്ന ഓർമ്മ സ്ഥലത്ത് ഇവിടെ എവിടെയും കിട്ടിയില്ലെങ്കിൽ ആ പള്ളിമുട്ടൽ സുലൈമാനെ അവിടെ കിട്ടുന്നേ അത് ഫസ്റ്റ് പോവാം. ഒന്നും മനോട് വരരുതല്ല. അത് അബദ്ധമായിരുന്നു. ഡോക്ടർ ജോസഫ്, ഈ രോഗത്തിന്റെ ആദ്യ സമയങ്ങളിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. പരിശോധന അറിയാൻ പറ്റില്ല ഇല്ലേ? ഞാൻ കരുതിയത് ഡോക്ടർ ജോസഫിനെ തെറ്റിദ്ധരിക്കണമെന്ന്. ഇപ്പോ എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ ഇനി എന്താ ചെയ്യുന്നത്? അതെ, അന്ന് രാത്രി റോഡ് സൈഡിൽ ബോധമില്ലാതെ കിടന്ന ഭാര്യയെ കൂടെ കൊണ്ടുവന്ന് ജീവൻ രക്ഷിച്ചത് ഇതിനായിരുന്നു. ഞാനവർക്ക് ചോര ഭാഗം മരിച്ചിരുന്നെങ്കിൽ ഇതിന് നല്ലതായിരുന്നില്ല. ഡോക്ടർ, എനിക്ക് സമയമുണ്ട്. എന്തെങ്കിലും വിഷമം വെച്ച് കൊണ്ടുവരാൻ അബദ്ധമായി കണ്ടാൽ മതി. ആരും വരാനില്ല. അമ്മയോട് ഞാൻ പറഞ്ഞോളാം. ഈശ്വര, അമ്മയോട് ഞാൻ എന്ത് പറയും? എന്റെ അമ്മയെ പറഞ്ഞ് വേണ്ട, എന്തിനാ? അമ്മ അറിയാത്ത, അമ്മ അറിയാത്ത അമ്മയോട് പറയത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ എന്തെങ്കിലും തട്ടിച്ചിരുന്നുണ്ട്. പിന്നെ ശല്യപ്പെടുത്തി ഇഷ്ടപ്പെട്ടു പോയി
ഇല്ല ചെറുപ്പം, ഇനി ഒരിക്കലും ഞങ്ങൾക്ക് ശല്യമായി പറ്റില്ല. ഇതാ ഞാൻ പറയുന്നത്, ജീവിതത്തിൽ ഒരു അടുത്ത ചിന്തയൊക്കെ വരണമെങ്കിൽ ഒരു പെൺകുട്ടി വരണമെന്ന്. നീ പറഞ്ഞ പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് അവളെ എന്നെ വിളിച്ചോണ്ട് വാ. അമ്മയ്ക്ക് എന്താ പറ്റിയത്? അതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞുണ്ടാക്കിയതല്ലേ. എനിക്കൊരു പെണ്ണും വേണ്ട, കല്യാണം വേണ്ട. ഞാൻ എൻ്റെ അമ്മയും സുഖമായിട്ട് ഇങ്ങനെ കഴിയണം. ഇനി ഒന്നും ശരിയല്ല. നമുക്ക് പോവാം. ഞാൻ വയ്ക്കില്ല. നീ എന്തൊക്കെയാ ഈ കാട്ടിക്കൂട്ടുന്നത്? ഞാനെല്ലാം ബാക്കിയുള്ള ഇവിടെ കൊണ്ട് തോറ്റു ഞാൻ. ഇതൊക്കെ ബാഗിൽ എടുത്ത് വെക്കാൻ പറഞ്ഞിട്ട് ഞാൻ ബില്ലടിക്കാൻ പോയതാ. തിരിച്ചു വന്നപ്പോ ഇവനൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ എപ്പോഴും ഇങ്ങനെയാ. ഒരു പെണ്ണ് കെട്ടിച്ചാൽ നന്നാവുമെന്ന് വിചാരിച്ചപ്പോ അവൾ പറഞ്ഞു അവന്റെ മനസ്സിലൊരു പെണ്ണുണ്ടെന്ന്, അവളെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ. എന്നിട്ട് ഇപ്പൊ പറയുന്നു അങ്ങനെ ഒരു പെണ്ണേ ഇല്ല, എല്ലാം വെറുതെയാണെന്ന്. എന്താ ചെയ്യാ? അമ്മ, അത് രാഹുൽ വെറുതെ തന്നതല്ല. അങ്ങനെ ഒരു പെണ്ണുണ്ട്. ഡോക്ടർക്ക് അറിയാമോ അവളെ? ഞാൻ തന്നെയാണ് രാഹുലിന്റെ മനസ്സിലെ ആ പെണ്ണ്. എന്താണ് ഞാൻ നോക്കുന്നത്? ഞാൻ പറഞ്ഞത് സത്യമാണ്. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിന്റെ മുഖം കണ്ടാലറിയാം രാവിലെ തന്നെയാണ് കുട്ടിയത്. എന്റെ ഈശ്വര, ഞാൻ ആരോടായി സന്തോഷം പങ്കുവയ്ക്കുക. നിന്റെ ആ ഫോണൊന്നും തന്നെ ഞാൻ വരാം. ഇതാണ്, ഇത് പള്ളിമുക്കിൽ സുലൈമാന്റെ പൂക്കളിൽ നിന്നും വാങ്ങിയതല്ല. എന്റെ വീട്ടിൽ പൂന്തോട്ടത്തിലുണ്ടായതാണ്. ഒരു പക്ഷേയില്ല, എനിക്ക് രാഹുലും ഇഷ്ടമാണ്. ഒഴിഞ്ഞു പറഞ്ഞു ഞാൻ കാത്തു സൂക്ഷിച്ച എന്റെ മനസ്സിന്റെ ഇഷ്ടം ഇനി എന്തും ഇഷ്ടം ഉണ്ടാക്കി. സാഗരത്തിന്റെ ഒരു പ്രണയപുഷ്പം സമ്മാനിച്ച് അവൾ അവളെ ചേർത്ത് പുതിയ പ്രതീക്ഷകൾ സമ്മാനിക്കാൻ അറിഞ്ഞോ അറിയാതെ വിധിയുടെ കളിപ്പാട്ടമായി നമ്മൾ ഇവിടെ ആരുടെ കഴിച്ചാലും അറിയില്ല. എങ്കിലും ജീവിതത്തിലെ ഏത് പരിസ്ഥിതിയിലും പരസ്പരം സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും